വെൽക്കം. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മറ്റൊരു പ്രൊജക്റ്റായ ബെത്ലഹേമിലാണ്. ഈ ടീന നിബിൻ ഫാമിലിക്ക് വേണ്ടി നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത പ്രൊജക്റ്റാണ് ബെത്ലഹേം. ഈ പ്രൊജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 1890 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ്, എൻ്റെ പേര് നിബിൻ റോഡ്രിക്സ്. ഇതിൻ്റെ ഫാമിലി, വൈഫ് ടീന, മോൾ നൈല, നത്താനിയ. ഞാനൊരു IT പ്രൊഫഷണലാണ്. ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി ഞങ്ങൾ ചാലക്കുടിക്കാരാണ്. അപ്പോൾ കൊച്ചി പോലുള്ളൊരു സിറ്റിയിലൊരു സെക്കൻഡ് ഹോം വേണമെന്നൊരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു, പിള്ളേരുടെ ഫ്യൂച്ചറും പിന്നെ ഈസി ആക്സസിനും വേണ്ടിയിട്ട്. ഞങ്ങൾ അബ്രോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് ബിൽഡറെ ചൂസ് ചെയ്യുന്നതാണ്. കാരണം ബിൽഡിങ്ങിൻ്റെ ഓരോ സ്റ്റേജസിലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. ബിൽഡേഴ്സ് റൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഫസ്റ്റ് ഹോം ചെയ്തപ്പോൾ ഒരു ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു ലെസൺ ലേൺ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ഒത്തിരി സ്ക്രീനിങ് പ്രോസസ്സിലൂടെ ഓൺലൈൻ റിവ്യൂസ്, അതുപോലെ തന്നെ ബിൽഡേഴ്സ് ചെയ്ത വർക്കിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ബിൽഡേഴ്സിനെ ചൂസ് ചെയ്തത്. ലാസ്റ്റ് 2-3 ബിൽഡേഴ്സ് വന്നതിൽ നമുക്ക് ഇത്തിരിയും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഒറാൻസി ബിൽഡേഴ്സ് ആയിരുന്നു. താങ്ക് ഗോഡ് നമ്മുടെ ഡിസിഷൻ റൈറ്റ് ആയിരുന്നു എന്ന് ബിൽഡിംഗ് ഹാൻഡ് ഓവർ പ്രോസസ്സിൽ നമുക്ക് മനസ്സിലായി. ഹാൻഡ് ഓവർ പ്രോസസ്സിൽ ത്രൂ ഔട്ട് ദി പ്രോസസ്സ് നമുക്ക് വളരെ സ്മൂത്ത് ആയിരുന്നു. ബിൽഡിങ്ങിൻ്റെ ഇനീഷ്യേഷൻ ഫേസ് തുടങ്ങി, എന്താണ് നമുക്ക് വേണ്ടുന്ന ഡിസൈൻ, നമ്മളൊരു മോഡേൺ ഹോമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞാൽക്കായിട്ടും ഒരു യൂണീക്ക് ഡിസൈനിലുള്ളൊരു മോഡേൺ തീം ഡിസൈൻ തന്നെയായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ എന്തെല്ലാം ഡിസൈൻ റിക്വയർമെൻ്റ് ആയിരുന്നു വേണ്ടിയിരുന്നത്, അതൊരു കപ്പിൾ ഓഫ് ഓൺലൈൻ മീറ്റിങ്സിലൂടെ നമ്മൾ റിക്വയർമെൻറ്റ് പറഞ്ഞായിരുന്നു. നമുക്കൊരു 1-2 റിവിഷൻസ് ഓഫ് ഡ്രോയിങ് തന്നിരുന്നു. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ചൂസ് ചെയ്തു. നമ്മൾ എന്ത് കറക്ഷനും പറഞ്ഞാലും ഇമ്മീഡിയറ്റ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൻസി ടീം റെഡി ആയിരുന്നു. മിസ്റ്റർ കൃഷ്ണകുമാർ ഒരു റൈറ്റ് ടീമിനാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. താങ്ക്സ് ഫോർ ദാറ്റ്. അതുപോലെ ഈവൺ എൻ്റെ ടീം വാസ് ട്രൂലി പ്രൊഫഷണൽ. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഏത് സ്റ്റേജസ് ആയാലും നമുക്ക് അപ്പം നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ് തന്നുകൊണ്ടിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിലായാലും നമുക്ക് ഡെയിലി പിക്ചേഴ്സും ആ പിക്ചേഴ്സ് കാണുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാണ്ട് തന്നെ അവരത് കറക്റ്റ് ചെയ്യാനും എന്താണ് നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ചെയ്യാൻ അവർ റെഡി ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ബിൽഡിംഗ് നമുക്ക് അതിന് ശേഷമുള്ള ഗാർഡനിങ് ആയാലും അതുപോലെ ബാക്കി എന്ത് വർക്കായാലും റൈറ്റ് ടീമിനെ കോർഡിനേറ്റ്, ഇപ്പോൾ CCTV അതുപോലെ എന്ത് ടീമിനെയും നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് A to Z തിങ്സ് ഒറാൻസി ബിൽഡേഴ്സാണ് നമുക്ക് ചെയ്തു തന്നത്. പിന്നെ വീട് വന്ന് കണ്ട എല്ലാവർക്കും വീടിൻ്റെ ഇൻസൈഡും ഔട്ട്സൈഡും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്കായാലും ഇതൊരു സെക്കൻഡ് ഹോമായ കൂടി വി ഫീൽ ഇറ്റ് ദിസ് അവർ ഹോം. പിള്ളേർക്കായാലും അവരുടെ റൂംസ് നമുക്ക് ബേസിക്കലി പിള്ളേർക്ക് ഒരു പിങ്ക് തീമിലാണ് നമ്മൾ ചെയ്തത്. നമുക്കൊരു കണക്ഷൻ വേണമെന്നുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഒരു മെസ്നിൻ ഫ്ലോർ ചെയ്താലോ എന്നുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. അപ്പോൾ വിത്തിൻ റൂമിൻ്റെ ഉള്ളിൽ കിഡ്സിന് വേണ്ടി ഒരു സെക്കൻഡ് റൂം പണിതു. അത് 2 പേർക്കായാലും ഇപ്പോൾ ചെറിയ ആളായാലും എപ്പോഴും ആ റൂമിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. വൈഫിനായാലും കിച്ചൺ ഇപ്പോൾ ഖത്തറിലുള്ള പോലെ ഒരു ഓപ്പൺ കൺസെപ്റ്റ് വേണമെന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നമുക്ക് ഒരു നമ്മളെന്താണ് ഉദ്ദേശിച്ചത് അതിനെക്കാട്ടും ഒരു ഫാർ ബെറ്റർ ഒരു സർവീസും അതുപോലെ കൺസ്ട്രക്ഷനുമായിരുന്നു ഒറാൻസി ടീം തന്നത്. വൺസ് അഗെയിൻ താങ്കിങ് മിസ്റ്റർ കൃഷ്ണകുമാർ ആൻഡ് എൻ്റെ ടീം. താങ്ക് യു ഒറാൻസി ടീം ഫോർ മേക്കിംഗ് അവർ ഡ്രീം ഹോം.